പറക്കും ടാക്സികളുടെ സേവനം വ്യാപകമാക്കാനൊരുങ്ങി സൗദി. ഇതിനായി 100 ഇലക്ട്രിക് വിമാനങ്ങൾ വാങ്ങാൻ സൗദി എയർലൈൻസ് ജർമ്മൻ കമ്പനിയായ ലിലിയവുമായി കരാറിൽ ഒപ്പുവെച്ചു. കൂടാതെ ചെറിയ കോപ്റ്ററുകളുടെ നിർമ്മാണ കേന്ദ്രം സൗദിയിൽ ആരംഭിക്കുമെന്ന് ഓസ്ട്രേലിയയുടെ ഫ്ലൈ നൗ കമ്പനി വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഗതാഗത ചിത്രം തന്നെ മാറ്റിമറിക്കുന്ന രണ്ട് സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ഇന്നുണ്ടായത്. ഫ്ലൈയിംഗ് ടാക്സികൾക്കായി 100 ഇലക്ട്രിക് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറാണ് അതിലൊന്ന്. ജർമ്മൻ കമ്പനിയായ ലിലിയവുമായി ഇതിനായി സൗദി എയർലൈൻസ് ഇന്ന് കരാറിൽ ഒപ്പുവെച്ചു. 2026 നാലാം പാദത്തോടെ ആദ്യ ബാച്ച് പറക്കും ടാക്സികൾ സൗദിയിലെത്തും. 175 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വരെ ഇതിന് സഞ്ചരിക്കാനാകും. 6 പേർക്ക് വരെ ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ വിമാനത്തിന് മണിക്കൂറിൽ 250 കിലോമീറ്റർ വരെ വേഗതയുണ്ട്. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കുൾപ്പെടെ പ്രയോജനപ്പെടുത്താനാകും വിധമാണ് പറക്കും ടാക്സികൾ രാജ്യത്ത് സർവീസ് നടത്തുക. അതേസമയം സൗദിയിൽ ആയിരക്കണക്കിന് ചെറു ഇലക്ട്രിക് വിമാനങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് ഓസ്ട്രേലിയയുടെ ഫ്ലൈ നൗ കമ്പനി പ്രഖ്യാപിച്ചു. അതിനായി സൗദി അറേബ്യയിൽ ഓഫീസും നിർമ്മാണ യൂണിറ്റുകളും സ്ഥാപിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. ഒരാൾക്ക് ഒറ്റയ്ക്കും 2 പേർക്ക് ഒരുമിച്ചും യാത്ര ചെയ്യാൻ സാധിക്കുന്ന 2 തരം കോപ്റ്ററുകളാണ് കമ്പനി സൗദിയിൽ നിർമ്മിക്കുക. ബാറ്ററി ഒരു തവണ ചാർജ് ചെയ്താൽ 50 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഈ ചെറുവിമാനത്തിന് മണിക്കൂറിൽ 130 കിലോമീറ്റർ വരെയാണ് പരമാവധി വേഗത. 2030 റിയാദിൽ നടക്കുന്ന വേൾഡ് എക്സ്പോയിലേക്ക് വരുന്നവർക്ക് നൂതന യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കോപ്റ്ററുകൾ സൗദിയിൽ തന്നെ നിർമ്മിക്കുവാനുള്ള തീരുമാനം. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.